കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഇന്ന് നിർണായകമാണ്. വിധി എന്ന് പ്രഖ്യാപിക്കുമെന്ന് ഇന്നറിയാം. വിചാരണ ഇന്ന് പൂർത്തിയാക്കിയേക്കും. ഇന്ന് വിധി വരുന്ന ദിവസമല്ല, വിധി എന്ന് വരും എന്നറിയുന്ന ദിവസം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണാ നടപടികൾ പുരോഗമിക്കുന്നത്. പൾസർ സുനി 1-ാം പ്രതിയും നടൻ ദിലീപ് 8-ാം പ്രതിയുമായ കേസാണ്. 27 തവണയാണ് വാദത്തിൽ വ്യക്തത വരുത്തുന്നതിനായി വിചാരണ കോടതി മാറ്റിവെച്ചത്. വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം ദേവരാജ്, ഒരുപക്ഷേ വെരി ഗുഡ് മോർണിംഗ്. ഈ വാദത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടി മാറ്റിവെച്ച ഏറ്റവും കൂടുതൽ തവണ മാറ്റിവെച്ച കേസ് എന്ന റെക്കോർഡിട്ട കേസാണ് കൊച്ചിയിൽ നടി ആക്രമിച്ച കേസ്. ഇന്നെങ്കിലും എന്ന് വിധി പറയുമെന്നത് അറിയാൻ പറ്റുമോ ശ്യാം ദേവരാജ്? ഡോക്ടർ അരുൺ, വെരി ഗുഡ് മോർണിംഗ്. നമ്മളും അത്തരമൊരു ചോദ്യത്തിനാണ് ഉത്തരം കാത്തിരിക്കുന്നത്. ഏതാണ്ട് 11 മണിക്കാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ നടപടികൾ ആരംഭിക്കുന്നത്. അതിനുശേഷം ആദ്യത്തെ പ്രതിദിന കേസുകൾക്ക് ശേഷമായിരിക്കും കൊച്ചിയിൽ നടി ആക്രമിച്ച കേസ് സെഷൻസ് കോടതി, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. അതായത് ഇക്കൊല്ലം ഏപ്രിൽ 11-നാണ് ഈ കേസിന്റെ വാദം, രണ്ട് ഭാഗത്തിന്റെയും വാദം അല്ലെങ്കിൽ വിചാരണയുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയായത്. അതിനുശേഷം പിന്നീട് അത് മാറ്റുന്നത് ഈ വാദത്തിൽ വ്യക്തത വരുത്താൻ, അതായത് ഇതുവരെയുള്ള 8 വർഷമായി നടന്ന വാദത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയ നിവാരണത്തിന് വേണ്ടിയാണ് കോടതി പിന്നീടേക്ക് മാറ്റുന്നത്. അങ്ങനെ മാറ്റി 27 തവണയാണ് കോടതി ഇതുവരെ ഈ ഹർജി പരിഗണിക്കാനായി, ഈ വിഷയം കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നടപടികൾ ഇങ്ങനെ വ്യക്തത വരുത്തുന്നതിനായി മാറ്റിയത്. ഇന്ന് പരിഗണിക്കുന്നത് 28-ാം തവണയാണ്. ഇന്നുകൂടി മാറ്റിയാൽ അത് 28-ാം തവണ എന്നതാകും. ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതാണ്, ഇത്രയും ദീർഘമായ വിചാരണ നടന്ന മറ്റൊരു കേസും ഉണ്ടാവില്ല. രണ്ടാമത്തേത്, ഇങ്ങനെ വ്യക്തത വരുത്താൻ വേണ്ടി ഇത്രയും കൂടുതൽ കാലം നീട്ടിവെച്ച മറ്റൊരു കേസും ഉണ്ടാവില്ല. അതാണ് ഈ കേസിന്റെ യാഥാർത്ഥ്യം. കാരണം 2017 ഫെബ്രുവരി മാസം 17-നാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് യുവനടി ആക്രമിക്കപ്പെട്ടത്, ബലാത്സംഗത്തിനിരയായത്, അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗത്തിനിരയാകുന്നത്. ഈ കേസിൽ 9 പ്രതികളുണ്ട്. അതിൽ 1-ാം പ്രതി പൾസർ സുനിയാണ്. 8-ാം പ്രതി നടൻ ദിലീപാണ്. നടൻ ദിലീപിനെ പ്രതി ചേർത്തിട്ടുള്ളത് അധിക കുറ്റപത്രം അനുസരിച്ച് ഈ കേസിന്റെ ഗൂഢാലോചനയിലാണ്, ബലാത്സംഗത്തിന്റെ ഗൂഢാലോചന കേസിലാണ്. ചരിത്രത്തിലാദ്യമായാണ് ഒരുപക്ഷെ അങ്ങനെ ഒരാൾ ബലാത്സംഗ ഗൂഢാലോചന കേസിൽ ഒരാൾ പ്രതിയാകുന്നത്. ചരിത്രത്തിലാദ്യമാണ്, രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ്. അങ്ങനെയുള്ള അപൂർവതകളുള്ള ഒരു കേസാണ്. ഈ കേസിൽ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലടക്കം പുറത്തു കൊണ്ടുവന്നത് റിപ്പോർട്ടർ ടിവിയാണ്. നമ്മുടെ തിരുവനന്തപുരം ബ്യൂറോയിലെ റിപ്പോർട്ടർ റോഷുപാലാണ്. അങ്ങനെ ആ വെളിപ്പെടുത്തലുകൾ കൂടി ഈ വാദത്തിന് ഉപോത്ബലകമായി, പ്രോസിക്യൂഷൻ വാദത്തിന് ബലം പകർന്നു എന്നതാണ് ചരിത്രം. എന്തായാലും ഇന്ന് ഈ കേസിൽ വിധി പറയുന്ന തീയതി ഉണ്ടാകുമോ എന്ന് നമുക്ക് മണിക്കൂറുകൾക്കുള്ളിൽ അറിയാം. താങ്ക് യു. ശ്യാം ദേവരാജാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വിധിക്ക് വേണ്ടി എത്ര നാളുള്ള കാത്തിരിപ്പ? 8 വർഷം. ശരാശരി ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ആയുസിന്റെ 10-1 എടുത്തിരിക്കുന്നു ഈ വിധി പറയാനെടുത്ത സമയം എന്നുള്ളത്. എന്നെങ്കിലും വിധി എന്നു പറയും എന്നറിയാമായിരിക്കുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. പ്രിയപ്പെട്ടവരെ,